राम कृष्ण हरि വിട്ടൽ പാണ്ഡുരംഗൻ കെ ജയ്. ഓരോരോ ഏകാദശി വരുന്ന സമയത്തും നമുക്ക് കിട്ടിയ ആ ഒരു ദിവ്യ ദർശനം നമുക്ക് ഓർമ്മിക്കാണ്ടിരിക്കാൻ കഴിയില്ല. അത് എന്താന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ നടന്നു. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയി നമ്മളൊരു തൊഴാൻ കിട്ടുമോ? ഇപ്പോൾ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയ വലിയ ഏത് അമ്പലത്തിൽ പോയാലും നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു എൻട്രൻസ് നമുക്കില്ല. എല്ലാം നമ്മൾക്ക് ക്യൂ വെച്ചിട്ട് എല്ലാ വഴിയും, അതായത് നേരിട്ടിട്ടുള്ള വഴി ഇപ്പോൾ നമ്മളെ സ്വന്തം നാട്ടിലുള്ള അമ്പലങ്ങളിൽ മാത്രമേ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി കിട്ടുന്നു. അപ്പം നമുക്ക് ഈ ഏകാദശിയിലുണ്ടായ പാണ്ഡുരംഗനെ കാണാൻ പറ്റിയ ആ ഒരു സംഗതിയാണ്. ഇപ്പം അതിൻ്റെ കഥകൾ കുറേ ഉണ്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള. നമ്മളെ ഒരാൾ കൂട്ടിയിട്ട് പോയി മഹാരാജ് കാണിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് ഞങ്ങളോട് വിഷമായി. ഏകാദശിക്ക് ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായ സമയത്ത് ഒരു വൈകുന്നേരം ഞങ്ങൾക്ക് അപ്പം ഇതേപോലെ വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ടെമ്പിളും ഈവൻ ഇതിൻ്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ ടെമ്പിളുകളും അപ്പം നമുക്കത് കാണിച്ചിട്ട്, ഇല്ല ഇനി നിങ്ങൾ ഒട്ടും വൈകിക്കൂടാ, നിങ്ങൾ എന്ത് ഞാനൊരു സ്ഥലത്ത് നിങ്ങളെ നിർത്താം. അതായത് അവർക്ക് അതിൻ്റെ മേലെ എൻട്രൻസ് ഒന്നും കൊടുക്കാൻ വഴിയില്ല. അപ്പം പിന്നെ ക്യൂ ആങ്കിൽ ശരിക്കും പറയാ ചന്ദ്രബാഹു നദി പോലെ നിന്നിട്ടുണ്ട് ക്യൂ. അപ്പോൾ മഹാരാജായെ കൊണ്ട് അവരെ ആരും ഒന്നും പറയുന്നൊന്നുമില്ല. എന്നാലും ഞങ്ങളെ ഒരു പകുതി വഴിക്ക് എന്ന് വെച്ചാൽ അവർ ഒരേ വർത്തമാനം പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ഒരു ഇത് ഇന്ന് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തൊഴാൻ പറ്റുമോ മഹാരാജ്? അങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിർത്തിക്കാം, അവിടുന്ന് പിന്നെ നിങ്ങൾ നിങ്ങളെ വകയും ഒരു പ്രാർത്ഥന ഉണ്ടായിക്കോട്ടെ, അത് നിങ്ങൾക്കത് നടക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അണിയെത്തി. അമ്മേനെ കൂട്ടിയിട്ടില്ല, അമ്മക്ക് ഇതിൽ പറ്റൂല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ലൈനായിട്ട് ഇതിൽ നിന്നു. ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും എന്താ വെച്ചാൽ ഭക്തിൻ്റെ നിർവൃതിയിലാണെന്നല്ല ഉള്ളത്. ഇത് എല്ലാവർക്കും ഒരു എങ്ങനെയെങ്കിലും ഒരു ദിവ്യ ദർശനം ഇതിപ്പോൾ കിട്ടണം എന്നുള്ള ഇത് കൊണ്ട് ആരും ഒന്നുമില്ല. അപ്പോൾ അവരൊരു കുപ്പിയിൽ ഞങ്ങൾക്കൊരു ബോട്ടിലിൽ വെള്ളവും തന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയുന്ന കീർത്തനങ്ങളും എല്ലാം പാടിക്കൊണ്ട് നിങ്ങൾ പിന്നെ ഇവിടെ നിന്നോ, ഭഗവാൻ നിങ്ങൾക്ക് ഇന്ന് എന്തായാലും ദർശനം തരൂ എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിന്നു എന്ന് പറഞ്ഞു. മഹാരാജ് ഞങ്ങൾക്ക് എല്ലാം അനുഗ്രഹമെല്ലാം തന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പം ഞങ്ങൾ കുറച്ച് നേരം നോക്കിയപ്പോൾ ഓരോരുത്തർ അവർക്ക് അറിയുന്ന ഭാഷ, അത് അവിടെ എല്ലാം മറാഠി ഹിന്ദി പാട്ട് പാടുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്താ വേണ്ടെന്ന് തരുന്നില്ല. അപ്പം ഞങ്ങൾ ഒരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റെപ്പ് വെച്ച് അങ്ങനെ ക്യൂ അങ്ങനെ നീങ്ങുന്നുള്ളൂ. ഈ ക്യൂ അങ്ങനെ നീങ്ങി ഏകദേശം നമുക്ക് എന്താ പറയുക, അത് ഒരു 11 മണിയായപ്പോൾ ചെറുങ്ങനെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന പോലെ തോന്നിയപ്പോൾ നമ്മൾ ആ ഒരു ശബ്ദമൊക്കെ കുറയുള്ളൂ. അപ്പം ഞങ്ങളിതിങ്ങനെ പറയുമ്പോൾ അവരത് ഏറ്റുപിടിച്ചിട്ട് എല്ലാവരും അവരും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ എപ്പോഴാണോ 7 മണിക്ക് നിന്ന് അല്ലെങ്കിൽ 7:30ക്ക് നമ്മൾ ആ ഒരു ഇത് നാമം ജപിക്കാൻ തുടങ്ങിയത്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഭഗവാൻ എങ്ങനെയെങ്കിലും ഏകാദശിക്ക് ഞങ്ങൾക്കൊരു ദർശനം തരണം എന്നുള്ള രൂപത്തിൽ നമ്മൾ വേറെ ഒരു വഴിയുമില്ല. അത് എന്താ പറയുക, അധികം ഇത് കൊടുത്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് കുടിക്കുക ഒന്നുമില്ല, എല്ലാം ഇതന്നെ വഴി. അപ്പം ഇങ്ങനെ പറയുമ്പോൾ കുറേ വയസ്സായവരൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ഞങ്ങളെ കൂടെ ഞങ്ങളിപ്പോൾ കുറച്ചൊന്ന് സ്ലോ ആക്കുമ്പോൾ അവരൊന്ന് സ്പീഡിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് കാണാം അവിടെയുള്ള വീടുകളിൽ ഓരോന്നിലും അവർ ചെറുങ്ങനെ അതായത് നമ്മളെ ഉപ്മാവിൻ്റെ രൂപത്തിലുള്ള ഇത് ഏകാദശിക്ക് അവർ ചെയ്യുന്നത് നമ്മളെ മറ്റേ സാബുദാൻ്റെ ഒരു കിച്ചടി എന്ന് പറഞ്ഞിട്ട് അതും കുറച്ച് വെള്ളവും എല്ലാം എല്ലാ പോകുന്ന വഴിക്കും. അപ്പോൾ നമ്മളിത് വേണ്ടാന്ന് വെച്ചു. എന്താ വെച്ചാൽ ഇത് നമ്മൾ തിന്നുന്ന സമയത്ത് ആദ്യം എച്ചിലാവും, പിന്നെ ആദ്യം നമുക്ക് നാമം ജപിക്കണം. അപ്പോൾ ഞങ്ങൾ ഇതൊന്നും വേണ്ടാന്ന് വെച്ച് ചെറുങ്ങനെ കയ്യിലുള്ള വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഈ ക്യൂ ഇങ്ങനെ മൂവ് ആവുന്നു. ചെറുങ്ങനെ നമുക്കൊരു 11 മണിക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഇനി കാണാൻ പറ്റുമോ ഇന്ന് ഭഗവാനാ? അപ്പം ഒരാൾ വയസ്സായ ആൾ പറയുന്നുണ്ടായിരുന്നു അവിടുന്ന്, പിന്നെ ഇന്ന് ദർശന സമയം കുറച്ചും കൂടി അവർ നീട്ടാൻ സാധ്യതയുണ്ട്, ഏകാദശി അല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ നടയടയ്ക്കുന്നത് അവർ കുറച്ച് ലേറ്റാക്കുമെന്ന്.
അപ്പം പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ, പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് മേലെ കയറി ഇറങ്ങുന്ന ഇതിലെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും അമ്പലത്തിൻ്റെ അടുത്ത് ഒന്ന് എത്തിയെങ്കിൽ ഒരു പ്രതീക്ഷയാണല്ലോ എന്നുള്ള രൂപത്തിൽ ഞങ്ങളെല്ലാവരും നമുക്കറിയുന്ന ഓരോരുത്തർ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ പറയുന്നുണ്ട്, ഒരു കൂട്ടർ ഹരേ രാമ പറയുന്നുണ്ട്, പിന്നെ അവിടുത്തെ കൂട്ടർ അവിടുത്തെ പാട്ട് പാടുന്നുണ്ട്. നമ്മളിത് വിട്ടില്ല. അപ്പോൾ ഇത് ചിലർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ ഈ സെറ്റ് സാരിയോ അതൊക്കെ ഉടുത്തിട്ടാണല്ലോ ഒരുക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരു പ്രത്യേക ഇതുണ്ട്. അപ്പം നമ്മളിത് വിടാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഞങ്ങൾ ആ ബൗണ്ടറി, ഭഗവാന്റെ ആയ ടെമ്പിളിൻ്റെ ബൗണ്ടറി എത്തുമ്പം തന്നെ നമുക്ക് ഒരു തരം ഇത് വരുന്നുണ്ട്. എന്നാ പറയാം, നമ്മളൊന്നും അവിടെ ചവിട്ടിയല്ലോ, ഇന്ന് നമുക്കവിടെ ചവിട്ടാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ഇത് വന്നു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ദാഹവും ഇല്ല, പിന്നെ ഭക്ഷണമോ ഒന്നും അതിനെ പറ്റിയിട്ടൊന്നും വിചാരിച്ചില്ല. ഞങ്ങളിങ്ങനെ ഇനിയും ജപിക്കുന്നതോടുകൂടി ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് അവർ ഉള്ളിലെത്തുമോ എന്നുള്ള രൂപത്തിൽ ശരിക്കും 11:45 എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് അവിടെ എത്തി. ഭഗവാന്റെ അടുത്തെത്തുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു പുറത്തുനിന്ന് ഇങ്ങനെ വെറുതെ ഭഗവാൻ ഇങ്ങനെ നമ്മൾ കൈകൂപ്പി തോതിട്ട് വരുമെന്ന വിഷയം ഇല്ല. അവർ സ്ട്രെയിറ്റ് നമ്മളെ വിട്ടത് ഭഗവാന്റെ പാദത്തിൻ്റെ അടുക്ക തൊടാനാണ്. അത് ശരിക്കും പറയാൻ പോയാൽ നമ്മളിപ്പോൾ എന്താ ജപിക്കണ്ടേ എന്താ പറയണ്ടേ എന്നൊന്നും അറിയുന്നില്ല. നമുക്ക് ഈ ഭഗവാന്റെ പാദം തൊടാൻ പറ്റിയല്ലോ എന്നുള്ള ഇതിൽ തന്നെ ഞങ്ങൾക്കെല്ലാം എല്ലാവർക്കും കറച്ചലും വരുന്ന്, ഹരേ രാമയ ജപിക്കണ്ടേ ഒന്നും തിരിയുന്നില്ല. എല്ലാവരും കാലിൻ്റെ പാദം തൊട്ട് കൃഷ്ണൻ്റെ കാല് നമ്മൾ തൊട്ടുവല്ലോ എന്നുള്ള നിർവൃതിയിൽ ശരിക്കും പറയുമ്പോൾ അതൊരു ഭയങ്കരപ്പെട്ട ഒരു ദിവ്യ ദർശനം തന്നെ. എന്താ വെച്ചാൽ എൻ്റെ വിചാരം ടെമ്പിളിൻ്റെ ഇത്രയും ഉള്ളിൽ നമുക്കിപ്പോൾ ഗുരുവായൂർ പോയാലും പടീൻ്റെ ഇപ്പുറത്ത് അല്ലെങ്കിൽ ആ മണ്ഡപത്തിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെയെല്ലാം നിന്ന് തൊഴുന്നല്ലാണ്ട് സ്ട്രെയിറ്റ് അവൻ്റെ കാലിൻ്റെ പാദം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇനി എന്നാ പറയണ്ടേ, ശരിയായ സ്പർശ ദർശനം. അപ്പം ഈ പിന്നെ ഇത്ര വരെ എവിടെയും ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഓടി ഏകാദശിക്ക് ഒന്ന് പിന്നെ ഭഗവാന്റെ കാല് നമുക്ക് പിടിക്കാൻ പറ്റുമോ? അപ്പോൾ ശരിക്കും പറയുമ്പോൾ ഇതിപ്പോൾ ഇടുമ്പോൾ നാളെയും ഏകാദശിയാണ്. ഇപ്പോൾ നമുക്ക് ഏകാദശി എന്ന് പറയുമ്പം തന്നെ അവൻ്റെ ആ നമ്മളെ വിട്ടലിൻ്റെ തൃപ്പാദം അങ്ങനെ നമുക്ക് ഓർമ്മ വരുമോയെന്ന്. ശരിക്കും പറയുമ്പോൾ എന്നാ പറയണ്ടേന്നൊന്നുമില്ല, അത് വിടണ്ട നമുക്ക് കൈ. അപ്പോൾ അടുത്തടുത്ത ആൾ നമുക്ക് അതും മനസ്സിലാവുന്നില്ല, അടുത്തടുത്ത ആൾ വന്ന് തൊഴുത് പോണ്ടേ. പിന്നെ നമുക്ക് ഒരു തരം അപ്പോഴൊക്കെ എല്ലാവർക്കും ഈ കണ്ട ദിവ്യ ദർശനം കൊണ്ട് അവർ കൈ കെട്ടി നമ്മളെങ്ങനെ പണ്ട് കുട്ടികളായിട്ടിരിക്കുമ്പോൾ നമ്മൾ കളിക്കൂലേ, അതുപോലെ കളിക്കുന്ന ഓരോരുത്തരും പിന്നെ ആലിംഗനം ചെയ്യുന്ന. അപ്പം ഓരോ അങ്ങോട്ടും ഇങ്ങോട്ട് എന്താ വേണ്ടെന്നൊന്നും തിരിയുന്നില്ല. എല്ലാവർക്കും കാല് തൊട്ട് തലയിൽ വെക്കുന്ന, ഇപ്പുറത്തെ കൂട്ടർ എൻ്റെ കാലാരോ തൊട്ട് വെക്കുന്നത്, ഞാൻ അവരെ തൊടുന്ന്. എന്നാൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ മണ്ഡപത്തിൻ്റെ അടുക്കൽ നിന്ന് പുറത്തൊന്ന് വരാൻ കഴിയണ്ട. ഇത് നടന്നുവോ, നമ്മൾ കാണാൻ പറ്റിയ ഇന്ന് എന്നുള്ള രൂപത്തിൽ നമ്മൾ ആദ്യം മതിമറന്ന് ഇങ്ങനെ പിന്നെ പണ്ടില്ലേ പറയില്ലേ ബൃന്ദാവനിൽ ഇങ്ങനെ അവരൊക്കെ കളിക്കുകയും പിന്നെ രാധയെ ഇതായിട്ട് സങ്കല്പിച്ചിട്ട് എന്ന പോലെ ഓരോരുത്തരും കൈ കോർത്തിട്ട് ഇങ്ങനെ കളിക്കുകയും പിടിക്കുകയെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് ശരിക്കും ഇതെല്ലാം പിന്നെ എന്നാണ് നടന്നത് തന്നെയാണ് എന്ന രൂപത്തിൽ ഞങ്ങൾ എങ്ങനെയല്ലോ വിഷമിച്ചിട്ട് എന്ന് പറഞ്ഞ മാതിരി പുറത്തേക്ക് അങ്ങനെ വന്നു. അപ്പോൾ രുക്മിണി ദേവീൻ്റെ അവിടെയും ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, അവിടെയും ഒന്ന് തൊഴുത് ആ മണ്ഡപത്തിലും എല്ലാവരും ഇങ്ങനെ നൃത്തം വെക്കുമെന്ന്. അപ്പോൾ ഇതെന്താ ഇങ്ങനെയൊരു അനുഭവം എന്ന് പറയുമ്പോൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റിപ്പറ്റിയിട്ട് ഭഗവാനോട് പ്രീതിയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ആ പ്രീതി നമുക്കും അനുഭവപ്പെടൂ. അത് കിട്ടാണ്ട് നമുക്ക് വഴിയില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാൻ വന്ന കുറച്ച് ആൾക്കാരെ പറഞ്ഞിരിക്കുന്ന നാമദേവർ, ചോക്കാമേല, അല്ലെങ്കിൽ ജക്കുബായ്, ഇങ്ങനെയുള്ളവരൊക്കെ പിന്നെ അതായത് നമുക്ക് ബീര എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ പിന്നെ നരഹരി സോല, ഇങ്ങനെ കുറേ ആൾക്കാർ അതായത് ഈ താവഴിയിൽ ഭഗവാന്റെ പ്രീതി പിടിച്ചിട്ട് അതിൻ്റെ ചുറ്റിലും ഉണ്ട്. അപ്പോൾ ഈ ചുറ്റിലുമുള്ള ആൾക്കാരെ ഇത് അനുഭവിച്ചിട്ട് നമുക്ക് ഉള്ളിൽ
ഈ ദിവ്യദർശനവും ഈ പ്രീതിയും കിട്ടാണ്ട്, ഭക്തിയില്ലാണ്ട് നമുക്ക് പുറത്തു വരാൻ കഴിയില്ല എന്നുള്ളതിന് കറക്റ്റായിട്ട് നമ്മൾ ആരും നിർവൃതിയിലുണ്ടെങ്കിൽ അവൻ നമ്മളെ കാണിച്ചിരിക്കും എന്ന ഒരു അനുഭവത്തോടെ നമ്മൾ ഏകാദശിൻ്റെത് 12 മണിക്ക് പുറത്തേക്ക് നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് വന്നു. അപ്പം പിന്നെ ബാക്കിയുള്ള ഇപ്പം നാമദേവർ എങ്ങനെയാണ് അവിടെ വന്നേ, നാമദേവർക്ക് എന്താന്ന് ഭഗവാൻ കൊടുത്തേ, ചോക്കാമേളർക്ക് എന്താന്ന് കൊടുത്തേ, നരഹരി സോലക്ക് എന്താന്ന് കാണിച്ചു കൊടുത്തേ, ഇങ്ങനെയുള്ള കഥകളാണ് ഇനിയിപ്പോൾ നമ്മൾ ദർശനം കഴിഞ്ഞ് പിന്നെയുള്ള ഓരോരുത്തരും ഈ പ്രീതിയും ഈ ഭഗവാന്റെ അവിടെ ഉണ്ടായ താവഴിയിൽ വന്നവരെ കഥകളെല്ലാം ഇനിയും പറയാനുണ്ടത്രേ. അപ്പോൾ ഏതായാലും ഏകാദശിക്ക് കിട്ടിയ ദിവ്യദർശനം നമുക്ക് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്താം.